ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് പുറത്ത് പോയതും പിന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതാ രാവിലെ തന്നെ ചായൻ്റെ പണിയിലാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും പിന്നെ അതിനുള്ളൊരു ചട്നിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങ ഉപയോഗിച്ചുള്ള ചട്നിയല്ലേ അധികം ഉണ്ടാക്കാറ്. ഇത് അധികം ആൾക്കാർക്ക് അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു. ഉള്ളി മാത്രം ഇട്ടിട്ട് തേങ്ങ ഇടാതെയുള്ള ചട്നിയാണ്. പലരും പിന്നെ പല രീതിയിലാണല്ലോ ഇത് ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ 1.5 ഉള്ളി, ചെറിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ഇപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് ഇത് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും പിന്നെ കറിവേപ്പിലയും കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ദോശേൻ്റെയും പിന്നെ ഇഡ്ഡലിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ മക്കൾക്ക് കൂടുതലും ഇഷ്ടം ദോശ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ വേറെ ചെറിയൊരു പണിയിലാണ്. ചിക്കന് ഫ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചതാണ്. പിന്നൊരു വിരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പണിയിലാണ്. സാധാരണ അധികവും ഈ ടൈമിൽ നല്ല മഴയാണ് ഉണ്ടാവൽ. ഇന്നിപ്പോൾ അതാ മഴയൊന്നും കാണുന്നില്ല, നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, ഒരുപാട് ലെങ്ത് ആവുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ സെയിം സമൂസൻ്റെ ആ ഫില്ലിങ് തന്നെയാണ് ഞാനിതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റോൾ ഉണ്ടാക്കണേ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാതിരുന്നത്. ഇപ്പോൾ ഇത് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി വെച്ചതാണ്. ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി ചട്ടിപ്പത്തിരിയും കൂടി ഉണ്ടാക്കണമെന്ന് സമയം ആക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഈ പണി കഴിഞ്ഞതുകൊണ്ട് ഇനി ചട്ടിപ്പത്തിരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിത് ആ പൊടിയൊക്കെ കുഴച്ച് പരത്തി എടുത്തിട്ടുണ്ട്. പലരും പല രീതിയിൽ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് കാണാം. ചിലവർ മൈദ ഒക്കെ കലക്കി ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ഉണ്ടാക്കൽ. മൈദ കുഴച്ചെടുത്തിട്ട് പരത്തിയ ശേഷമാണ്. അപ്പോൾ തണുപ്പോണ്ടോ എന്താണെന്നറിയില്ല, ഉറച്ചു പോയിട്ടുണ്ട് നെയ്യെല്ലാം. അപ്പോൾ ഈ മുട്ട ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ ഈ പശു നെയ്യ് ചേർത്ത് നമ്മൾ ഈ മുട്ടയൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. അപ്പോൾ അതവിടെ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കലക്കിയെടുത്ത മുട്ടയിൽ ഓരോ ചപ്പാത്തിയും മുക്കിയെടുത്തിട്ട് ഈ രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ ഒരു 25-30 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ശരിക്കും പണി കിട്ടി. കുറച്ചൊന്ന് കരിഞ്ഞു പോയി. അങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി. അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇവിടെ. പിന്നെ അവിടെ എത്തിയപ്പോഴുള്ള ആ വീഡിയോസൊന്നും എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പോയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ബീച്ചിലേക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഓൾ. ഉണ്ട്